നമ്മുടെ അല്പസമയത്തെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം അവർ 7 വട്ടി നിറച്ചെടുത്തു. യേശുവിൻ്റെ അടുക്കൽ വന്ന എല്ലാവരും തൃപ്തരായി. ഇന്നത്തെ മെസ്സേജ് അതാണ്, തൃപ്തി തരുന്ന ദൈവം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കൽ വന്ന എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണം അവർ 7 വട്ടി നിറച്ചെടുത്തു. ഓക്കെ, ഈ അധ്യായം 15-ാമത്തെ അധ്യായം അതിന് 32 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഗൗരവമായ ചില കാര്യങ്ങൾ അതിൽ മനസ്സിലാകും. ഒന്ന് വായിച്ചേ വേഗം, എല്ലാവരോടും ചേർന്ന് വായിച്ചോ. കമോൺ. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ലായകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയക്കുവാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു. നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് യേശു ചോദിച്ചു. 7 കുറെ ചെറുമീനും ഉണ്ട് എന്ന് അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരിക്കുവാൻ കൽപ്പിച്ചു. ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. മതി. 32-ാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. ഈ വാക്യത്തിനകത്തുനിന്ന് 2 കൂട്ടരെ നമുക്കിവിടെ കാണാം. 2 കൂട്ടരെ. ഒന്നാമത്തെ കൂട്ടം ശിഷ്യന്മാർ, രണ്ടാമത്തെ കൂട്ടം പുരുഷാരം. അന്നും ഇന്നും എന്നും ഈ 2 കൂട്ടം എല്ലായിടത്തും ഉണ്ട്, ശിഷ്യന്മാരും പുരുഷാരവും. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നാ? യേശുവിന് വ്യത്യാസമില്ല. ദൈവം ഒരുത്തനേ ഉള്ളൂ, ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവം എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. പക്ഷെ ഇവർ തമ്മിലൊരു വ്യത്യാസമുണ്ട്, ശിഷ്യന്മാരും പുരുഷാരവും. കർത്താവ് എപ്പോഴും നാം അവൻ്റെ ശിഷ്യരായിട്ട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സകല ജാതികളെയും സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുവീൻ. വിശ്വാസികളാക്കാനല്ല, ശിഷ്യരാക്കുവീൻ. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ലഭിച്ചു. അപ്പം നാം കർത്താവിൻ്റെ ശിഷ്യരായി മാറുവാൻ, ശിഷ്യഗണങ്ങളാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ മറ്റൊരു കൂട്ടം എല്ലായിടവും ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ശുശ്രൂഷയിലുടനീളം. ഒരു പക്ഷെ അത് ഇവിടെയും ഉണ്ടാകാം, പുരുഷാരം. എന്താണ് പുരുഷാരവും ശിഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിന് ശേഷം നാം മത്തായിയുടെ സുവിശേഷം കാണുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയിൽ 400 വർഷക്കാലം ഇരുണ്ട കാലഘട്ടം എന്നാണ് വിളിച്ചിരുന്നത്. എന്താണ് ഇരുണ്ട കാലഘട്ടം എന്ന ആ കാലഘട്ടത്തെ വിളിച്ചത്? മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിന് ശേഷം മത്തായിയുടെ സുവിശേഷം വരെയുള്ള 400 വർഷം പ്രവചന ശബ്ദം കേൾക്കാനില്ലായിരുന്നു. ആ 400 വർഷം ദൈവപ്രവർത്തികൾ കാണാനില്ലായിരുന്നു. അങ്ങനെ പ്രവചനം അറ്റുപോയ, ദൈവപ്രവർത്തികൾ അറ്റുപോയ ഈ 400 വർഷത്തിന് ശേഷമാണ് ഒരു പ്രവചന ശബ്ദം ലോകം കേട്ടത്. അത് മറ്റാരുമല്ലായിരുന്നു, സ്നാപക യോഹന്നാൻ്റെതായിരുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കിത് എന്ന ശബ്ദത്തോടുകൂടെ യോഹന്നാൻ സ്നാപകൻ രംഗപ്രവേശനം ചെയ്തു. അവൻ എഴുന്നേറ്റ് നിന്ന് പ്രവചിക്കാൻ തുടങ്ങി. അവൻ എഴുന്നേറ്റ് നിന്ന് ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി. അന്ന് ആ കാലഘട്ടം മുതൽ യേശു എവിടെ പോയാലും ഒരു കൂട്ടം ജനമുണ്ട്. ഓർക്കണം, ഒരു ഇരുണ്ട യുഗത്തിൽ, ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ ഒരു വെളിച്ചം പ്രത്യക്ഷമായി. ആ വെളിച്ചമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ വീട്ടിൽ മെഴുകുതിരിയോ എമർജൻസി ലൈറ്റോ അല്ലെങ്കിൽ പോട്ടെ സാധാരണ നിലയിലുള്ള ലൈറ്റ് ഓൺ ചെയ്യുമ്പം നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള പ്രാണികളും
ചിത്രശലഭങ്ങളും കൊച്ചു വണ്ടുകളും ഒക്കെ വന്ന് ഈ ലൈറ്റിനകത്ത് പറ്റിയിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ ഈ പ്രാണികളെല്ലാം അവിടെ വന്നിരിക്കുന്നത്? ഈ വെളിച്ചത്തെ, ഈ പ്രകാശത്തെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടാണ്. നോക്കിയേ, ഇരുണ്ട കാലഘട്ടം നിലനിന്നപ്പോൾ ആ 400 വർഷ കാലഘട്ടത്തിന് ശേഷം ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തു വെളിപ്പെട്ടപ്പോൾ അവനിലൂടെ പ്രവർത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങൾ ഒക്കെ വെളിപ്പെട്ടപ്പോൾ ജനം മുഴുവൻ, പുരുഷാരം മുഴുവൻ അവനിൽ ആകൃഷ്ടരായി. പുരുഷാരം കൂടി വരാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ പ്രത്യേകത കേൾക്കണം. പുരുഷാരവും ശിഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം. ശിഷ്യന്മാരെ എന്തിനാ കർത്താവ് വിളിച്ചത്? ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത പശ്ചാത്തലം അവിടെ എഴുതിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും അവൻ ബോധിച്ചവരെ തൻ്റെ അടുക്കൽ വിളിച്ചു എന്ന് നമുക്കവിടെ വായിക്കാനായി കഴിയുന്നുമുണ്ട്. അപ്പോൾ തന്നോട് കൂടെ ഇരിക്കാൻ, പ്രസംഗിക്കേണ്ടതിന് അയക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാനാണ് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ഇനി ശിഷ്യന്മാരും പുരുഷാരവും തമ്മിലുള്ള വ്യത്യാസം പറയാം. ഈ പ്രാണികളെല്ലാം ഈ ലൈറ്റിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അതാണ് പുരുഷാരം എന്ന് പറഞ്ഞാൽ ഇതുവരെ കേൾക്കാത്ത ദൈവശബ്ദം അവർ കേൾക്കുന്നു, ഇതുവരെ കാണാത്ത ദൈവപ്രവർത്തികൾ അവർ കാണുന്നു. അവർ അത്ഭുതമുണ്ടായിട്ട് യേശു ചെയ്യുന്ന പ്രവർത്തികൾ കാണാൻ അവർ ഒന്നിച്ചു വന്നു കൂടി. എന്നാൽ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ആ വെളിയിലെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തിട്ട് മുറിക്കകത്തെ ലൈറ്റ് ഇട്ടാൽ ഈ പ്രാണികളെല്ലാം കൂടെ എവിടെ വരും? പറ, മുറിക്കകത്ത് വരും. പ്രൈസ് ലോർഡ്. ആ എമർജൻസി ലൈറ്റ് അവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് അടുത്ത മുറി കൊണ്ടുവച്ച ഇതെല്ലാം എവിടെ വരും? അവിടെ വരും. ഈ ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ ഇതിൻ്റെ വട്ടം കിടന്ന് കറങ്ങിയ ഒരു സാറിനെ പിന്നെ അവിടെ കാണുകയില്ല. ഇതാണ് പുരുഷാരം. കർത്താവ് വരുമ്പോൾ ഒരു കൂട്ടമായിട്ട് അവർ വരും, ഇതെല്ലാം കാണും. അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ അപ്പം തിന്നും, അത്ഭുതം കാണുമ്പോൾ ആശ്ചര്യം കൂറും. ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവരെവിടോട്ടേലും പോവും. ഇതാണ് പുരുഷാരം. പക്ഷെ ശിഷ്യന്മാരതല്ല. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 66-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അന്നു മുതൽ അവൻ്റെ പല ശിഷ്യന്മാരും പുരുഷാരവും അവനെ വിട്ട് കടന്നുപോയി, അത്ഭുതങ്ങൾ ചെയ്യാത്ത കാരണം കൊണ്ട്. പക്ഷെ പത്രോസ് പറഞ്ഞത് എങ്ങനെയാണ്? ഗുരുവേ, നിത്യജീവന്റെ മൊഴികൾ നിന്നിൽ മാത്രമേ ഉള്ളൂ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? ഏതു സമയവും കർത്താവിനെ അനുഗമിക്കുന്ന, അവൻ്റെ പാദത്തിലിരിക്കുന്ന, അവനിൽ നിന്ന് കേൾക്കുന്ന, അവനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചവരാണ് ശിഷ്യന്മാർ. ഈ ദൈവസഭയിലുള്ള മുഴുവൻ ആൾക്കാരും ശിഷ്യഗണങ്ങളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാണാനും കേൾക്കാനും മാത്രം വരുന്ന ഒരു പുരുഷാരത്തിൽ നിന്ന് എന്താ നടക്കുന്നതെന്ന് കാണാൻ വരുന്ന കേവലം ഒരു കാഴ്ചക്കാരനായി ഇരിക്കുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യനായി, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഒരു കർത്തൃ ശുശ്രൂഷകനായി ദൈവം നിങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു കർത്താവ് പറയുകയാണ്, ഈ ജനം 3 നാളായി എൻ്റെ കൂടെ പാർക്കുന്നു, അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല. വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. ആരെയാണ് കർത്താവിന് പട്ടിണിയായി വിട്ടയക്കാൻ മനസ്സില്ലാത്തത്? ആരെയാണ് കർത്താവ് കരുതാൻ താല്പര്യപ്പെടുന്നത്? ആർക്കു വേണ്ടിയാണ് അത്ഭുതം ചെയ്യാൻ യേശു ചുവടുകൾ വയ്ക്കാൻ പോകുന്നത്? ബൈബിൾ പറയുന്നു, ഈ ജനം 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. യോഹന്നാൻ 6:37 ബൈബിൾ പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. അവൻ്റെ പാദത്തിൽ വരുന്നവനെ, അവൻ്റെ അടുക്കൽ വരുന്നവനെ അവൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? ഇന്ന് പകൽ ദൈവസഭയെ നോക്കി, വ്യക്തികളെ നോക്കി ആത്മാവിൽ ഒരു പ്രവചന ദൂത് ഞാൻ വിളിച്ചു പറയാം. കർത്താവിൻ്റെ അടുക്കൽ വരുന്നവനെ തൃപ്തനാക്കാതെ
തൃപ്തിയാക്കാതെ കർത്താവ് മടക്കി അയക്കത്തില്ല. വിശ്വസിക്കുന്ന എത്ര പേര് നടുവിലുണ്ട്? എവിടെങ്കിലും ഒരു ശൂന്യത അനുഭവിക്കുന്നുണ്ടോ? എവിടെങ്കിലും ഒരു എംപ്റ്റിനെസ് അനുഭവിക്കുന്നുണ്ടോ? കുടുംബ ജീവിതത്തിൽ തൃപ്തിയില്ലാത്ത അനുഭവമുണ്ടോ? കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ തൃപ്തിയില്ലാത്ത അനുഭവമുണ്ടോ? ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തിയില്ലാത്ത അനുഭവമുണ്ടോ? ആത്മീയ ശുശ്രൂഷയിൽ തൃപ്തിയില്ലാത്ത അനുഭവമുണ്ടോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, ഈ വചനം ഏറ്റെടുക്കുന്ന കുടുംബത്തിൽ, ഈ വചനം ഏറ്റെടുക്കുന്ന വ്യക്തികളിൽ, ഈ വചനം ഏറ്റെടുക്കുന്ന ജനത്തിൽ തൃപ്തി നൽകുന്ന ദൈവത്തിന്റെ കരം ഇന്ന് മകൾ ചലിക്കുക. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഓ ഹല്ലേലൂയ. ദൈവം ഉറപ്പ് തരിക, ഈ ജനം 3 നാളായി എൻ്റെ കൂടെ പാർക്കുക, അവരെ ഞാൻ പട്ടിണിയായി വിട്ടയക്കുകയില്ല. ഈ 3 ദിവസത്തെ പട്ടിണി, ഈ 3 ദിവസത്തെ കാട്ടിനകത്തെ ഇരിപ്പ് ഒരു സമൃദ്ധിയിലേക്കുള്ള വിളിയായിരുന്നു. നിങ്ങൾക്കും എനിക്കും യേശു തരുന്ന ഉറപ്പിതാ, എൻ്റെ കൂടെ പാർക്കുന്നവനെ ഞാൻ വെറുതെ അയക്കത്തില്ല. ജീസസ്. പല കുഞ്ഞുങ്ങൾ വെറുതെ ആയി പോയാലും നിന്റെ കുഞ്ഞുങ്ങൾ നിനക്കൊരു അനുഗ്രഹമായിരിക്കും. ഓ ജീസസ്. പലരുടെയും വസ്തുക്കൾ വെറുതെ ആയി പോയാലും നിന്റെ വസ്തുക്കൾ നിനക്കൊരു അനുഗ്രഹമായിരിക്കും. നിന്റെ കളപ്പുരകളെ ധാന്യം കൊണ്ടും നിന്റെ ചക്കിനെ ഗോതമ്പ് കൊണ്ടും എന്റെ ദൈവം നിറയ്ക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വെറുതെ അയക്കത്തില്ല. യേശു പറയുന്ന വാക്ക് കേട്ടോ, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. നിന്റെ സാഹചര്യം കണ്ടിട്ട്, എന്റെയും നിങ്ങളുടെയും സാഹചര്യം കണ്ടിട്ട് ഒരു വ്യക്തിക്ക് ഒരു ദൈവം തോന്നിയില്ലെങ്കിലും, എന്റെയും നിങ്ങളുടെയും സാഹചര്യം കണ്ടിട്ട് ആർക്കും ഒരു മനസ്സലിവ് തോന്നിയില്ല. സ്വന്തം മക്കൾക്ക് പോലും നിന്നെക്കുറിച്ചൊരു മനസ്സലിവ് തോന്നിയില്ലെങ്കിലും ഇന്ന് പകൽ നിന്നെക്കുറിച്ച് മനസ്സലിവുള്ള ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും മറക്കാത്ത കർത്താവ്. നോക്കിയേ, അവരെ പട്ടിണിയായി വിട്ടയക്കാൻ എനിക്ക് മനസ്സില്ല. നിന്റെ പരാജയം കാണാൻ പലതും മനസ്സോടെ നോക്കിയിരിക്കുമ്പോൾ, ചിലർ പറയാ അവക്ക് വരുന്നത് ഞാനൊന്ന് കാണുമെന്ന് മനസ്സോടെ നോക്കിയിരിക്കുമ്പോൾ, കർത്താവ് പറയുന്നു അവളെ അങ്ങനെ ആക്കാൻ എനിക്ക് മനസ്സില്ല. നിന്നെ പരാജയത്തിലേക്ക് നയിക്കാൻ ദൈവത്തിന് മനസ്സില്ല. നിനക്കൊരു തകർച്ച വരുന്നത് കാണാൻ ദൈവത്തിന് മനസ്സില്ല. നിനക്കൊരു നിരാശ വരുന്നത് കാണാൻ ദൈവത്തിന് മനസ്സില്ല. ഇന്ന് പകൽ മനസ്സലിവുള്ള കർത്താവിനെ കരങ്ങളെ ഉയർത്തി ഒന്ന് ചേർന്ന് സ്തോത്രം ചെയ്തേ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉടനെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുക, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്താൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്നാണെന്നറിയാവോ? ദൂത് ഇറങ്ങി വരിക. ഇവിടുത്തെ പ്രശ്നം സാഹചര്യ. ഇവിടുത്തെ സാഹചര്യം എന്നാ? കാടായിപ്പോയി. കാടല്ലെങ്കിൽ നോക്കായിരുന്നു. അതാ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. ടൗണിലായിരുന്നു ഈ മീറ്റിംഗ് നടന്നെങ്കിൽ നമുക്ക് ഒപ്പിക്കായിരുന്നു. സംഭവം കാട്ടിനകത്തായി. ഇതൊരു വലിയ വനത്തിനകത്തായി മീറ്റിംഗ് നടക്കുന്നത്. അവിടെ ഒരു പ്രൊവിഷനും ഇല്ല. അവിടെ ഫുഡ് വാങ്ങിക്കാൻ ഒരു കടയുമില്ല. അവിടെ റൊട്ടി കിട്ടാൻ ഒരു സാധ്യതയില്ല, ഒരു വഴിയില്ല. ഓ കമോൺ. മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു വഴിയില്ല, പുറകോട്ട് നോക്കുമ്പോൾ ഒരു സാഹചര്യവും ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കമോൺ, ഇതൊരു ദൈവാലോചനയാ. ഇവരുടെ പ്രശ്നം, ഇവരുടെ സിറ്റുവേഷൻ, അറ്റ് പ്രസന്റ് സിറ്റുവേഷൻ. ചിലർ പറയുന്നു എൻ്റെ സാഹചര്യം കൊണ്ടുണ്ടായ കടഭാരം, എൻ്റെ സാഹചര്യം കൊണ്ടുണ്ടായ കുടുംബ തകർച്ച, എൻ്റെ അങ്ങനെ ഒരു കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർന്നത് കൊണ്ട് എൻ്റെ സാഹചര്യം കൊണ്ടുണ്ടായ നിരാശ. ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുക, നിന്റെ സാഹചര്യങ്ങൾ വരുത്തി വെച്ചതിനെ യേശു മാറ്റും. യെസ്, നിന്റെ സാഹചര്യങ്ങൾ വരുത്തി വെച്ച വിനകളെ യേശു മാറ്റും. നഷ്ടപ്പെട്ടു പോയ നാളുകളെ ഓർത്ത് നീ ആകുലപ്പെടണ്ട. നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെ ഓർത്ത് നീ കരയണ്ട.
നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി കരുതാതിരുന്നതും, നിന്റെ അമ്മ നിനക്ക് വേണ്ടി ഒരുക്കാതിരുന്നതും, നിന്റെ സഹോദരങ്ങൾ നിനക്ക് തരാതിരുന്നതും നിനക്ക് വേണ്ടി കരുതിയ ഒരു കർത്താവ് ഇന്ന് പകല് ഇതിന് നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓ ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മളും ഈ ശിഷ്യന്മാരെ പോലെയാ. നമ്മൾ സാഹചര്യത്തെ നോക്കും. കർത്താവായ യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാരാ പറഞ്ഞേ, ഇത്ര വലിയ പുരുഷാരത്തിന് കൊടുക്കാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടുന്നാ ലഭിക്കുന്നേ? സാഹചര്യം നമുക്ക് അനുകൂലമല്ല. ഓ റാബാഖാൽ മാഷസിയ. ഇതിന്ന് പിടിക്കുന്നവർക്കായി സ്തോത്രം. സാഹചര്യം നിനക്കിപ്പോൾ അനുകൂലമല്ല. മോളെ കെട്ടിച്ചുവിടാൻ, വീട് കെട്ടാൻ, വസ്തു വാങ്ങാൻ, ആത്മീയമായി വളരാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ പല സാഹചര്യങ്ങളും നിനക്കിപ്പോൾ അനുകൂലമല്ല. എന്നാൽ ആത്മാവ് നിന്നോട് പ്രവചിക്കുന്നു, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഇത് പറഞ്ഞ ശിഷ്യന്മാരെ നിങ്ങൾ അധ്യായം എടുത്തേ, 15 അധ്യായം എടുത്തേ, 29 മുതൽ വായിച്ചേ. 29 മുതൽ. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നതും, കേട്ടോ കേട്ടോ എല്ലാരും ഒന്ന് കേട്ടോ, ഊമർ സംസാരിക്കുന്നതും, കൂനർ സൗഖ്യമാകുന്നതും, കൂനർ സൗഖ്യമാകുന്നതും, മുടന്തർ നടക്കുന്നതും, മുടന്തുള്ളവൻ നന്നായി നടക്കുന്നതും, കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ഈ കാട്ടിനകത്തോട്ട് വന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവമായത്. ഇത് കണ്ടേച്ചാണ് ഇവർ വന്ന് ഈ യോഗത്തിന് വന്നിരുന്നേ. ഇങ്ങോട്ട് കേട്ടെ, അപ്പമില്ലെന്ന് ഇപ്പൊ പറഞ്ഞവൻ അല്പം മുമ്പ് അന്തം കാണുന്ന കണ്ടതാ, ചെകിടം കേൾക്കുന്ന കണ്ടതാ, കുഷ്ഠരോഗി ശുദ്ധമാകുന്നതും മുടന്തി വന്നവൻ നന്നായിട്ട് ഓടുന്നതും കണ്ട. അന്തന്റെ കണ്ണ് തുറന്നതും ചെകിടന്റെ ചെവി കേട്ടതും കുഷ്ഠരോഗി ശുദ്ധമായതും മുടന്തൻ നടക്കുന്നതും മണിക്കൂറുകൾക്ക് മുമ്പ് ഇവൻ കണ്ടതാ. ഇതേ യേശുവിന്റെ ശുശ്രൂഷയിൽ അവനാണ് ഇപ്പൊ ഇവിടെ കുത്തിയിരുന്ന് അപ്പത്തിന്റെ കാര്യത്തിൽ പിറുപിറുക്കുന്നത്. ഹലോ, ഞാൻ പറയുന്നു, മലമുകളിൽ അന്ധന്റെ കണ്ണ് തുറന്നവന്, മലമുകളിൽ ചെകിടന്റെ ചെവി തുറന്നവന്, മലമുകളിൽ കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയവന് താഴ്വരയിൽ അപ്പവും വർദ്ധിപ്പിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നലകളിൽ എന്നെ കരുതിയവന്, ഇന്നലകളിൽ എന്നെ മാനിച്ചവന്, ഓ എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയും? ഇന്നലകളിൽ എൻ്റെ കുടുംബത്തെ പുലർത്തിയവന്, ഞാൻ അറിഞ്ഞിട്ടില്ലാത്തതും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തതുമായ നന്മകൾ ഇന്നലകളിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ജീവിതത്തിന് വേണ്ടി നൽകി തന്ന എൻ്റെ കർത്താവിന് ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും എന്ന വിശ്വാസമുള്ളവർ യേശുവേ നിന്ന് വിളിച്ചേ, യേശുവേ നിന്ന് വിളിച്ചേ. ഹല്ലേലൂയ. അപ്പൊ സാഹചര്യം ഇവർ വെളിപ്പെടുത്തി. ഉടനെ കർത്താവ് ഇവരോട് ചോദിക്കുകയാണ്, ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട്? എന്നായിരുന്നു മറുപടി? 7. കുറെ ചെറുമീനുമുണ്ട് എന്ന് അവർ പറഞ്ഞു. ഇത്രയും പേർക്ക് കൊടുക്കാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്നെന്ന് ചോദിച്ച ശിഷ്യന്മാരോട് കർത്താവ് തിരിഞ്ഞു ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട്? 7. കുറച്ച് ചെറുമീനും ഉണ്ട്. ഇതാണ് പ്രശ്നം. നമ്മുടെ കയ്യിൽ 7 അപ്പവും കുറച്ച് ചെറുമീനും ഉണ്ടെങ്കിൽ പുരുഷാരം നമുക്കൊരു വിഷയമല്ല. ഹല്ലേലൂയ. നമ്മൾ ഓക്കെ ആണെ പിന്നെ എന്നാ, നമ്മൾ ആരുടെയും കാര്യം അന്വേഷിക്കാൻ പോകും? ഈ ശിഷ്യന്മാരുടെ കയ്യിലിരിക്കുന്ന അപ്പത്തിനും മീനിനും എത്ര ദിവസത്തെ പഴക്കമുണ്ടെന്നറിയാമോ? 3 നാളായി ഇവരെവിടാ? ഈ കാട്ടിനകത്താ. ഇതുവരെ ഇവരിത് കഴിച്ചിട്ടില്ല. ഹലോ, കഴിക്കാൻ ഒക്കില്ല. കർത്താവ് ഇങ്ങനെ സംസാരിക്കുമ്പം കഴിക്കാൻ ഒക്കില്ല. 3 ദിവസം പഴക്കമായി, ചീത്തയായിപ്പോയി.
ഉണ്ടാക്കിയപ്പോൾ ഉള്ള ഗുണം ഇപ്പം അതിനില്ല. കർത്താവ് പറഞ്ഞു അതിനെ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. ഫ്രഷ്നെസ് പോയതെല്ലാം ഇങ്ങോട്ട് തന്നു. കുടുംബജീവിതത്തിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടോ? ഇന്ന് പകൽ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തു. മക്കളുമായിട്ടുള്ള ബന്ധത്തിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടോ? കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തു. ആത്മീയ ശുശ്രൂഷയുടെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടോ? യേശുവിന്റെ പാദത്തിലേക്ക് എടുത്തു വെച്ചോ. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാം. വാസ്തവത്തിൽ അതിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു. പക്ഷെ കർത്താവ് പറയാ അതിന് തരാൻ. ഇനി നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിച്ച് കേട്ടോണേ. ഈ അപ്പവും മീനും തിന്നിട്ട് പോയവർ അടുത്ത ദിവസം കടലു കടന്ന് അവർ കവർന്നഹൂമിൽ ചെന്നു. കടലു കടന്ന് എന്തിനാ? അപ്പം തിന്നാൻ. എടാ, 3 ദിവസമായി മാറ്റി വെച്ചിരുന്ന ചീത്തയായ അപ്പവും മീനും കർത്താവിന്റെ കൈ ഒന്ന് തൊട്ടപ്പോൾ ഇത്രയും രുചിയുള്ള ഫുഡ് അവരുടെ ആയുസ്സിൽ അവർ കഴിച്ചിട്ടില്ല. ഓ കർത്താവ് ഇന്ന് പകൽ സഭയോട് ഇടപെടുക. ഇനിയുള്ള മിനിറ്റുകൾ ഇവിടെ കൂട്ട ഡെലിവറൻസുകൾ നടക്കാൻ പോവാ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നോട് പ്രവചിക്കുന്നു. ആത്മാവ് ഇന്ന് സഭയോട് ഇടപെടുന്നു. ആർക്കും താല്പര്യമല്ലാത്ത നിന്നെ, ഉപേക്ഷിച്ചു വെച്ചിരിക്കുന്ന നിന്നെ, എന്തോത്തിന് കൊള്ളാമെന്ന് പറഞ്ഞ നിന്നെ എന്റെ തമ്പുരാൻ തൊട്ടാൽ നിന്നെ തിരക്കി കടല് കടന്ന ആള് വരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഒരു ശാരദന്റെ കയ്യിലിരുന്ന, ശിഷ്യന്മാരുടെ കയ്യിലിരുന്ന ഈ അപ്പവും മീനും കർത്താവ് സഞ്ചിക്കാത്തത് ഇങ്ങെടുത്തു, കയ്യിലോട്ട് പിടിച്ചു. ഈ അപ്പത്തേലോട്ടും മീനയിലോട്ടും ഒന്ന് നോക്കിയപ്പോ ഇത് 3 ദിവസം പഴക്കമുള്ള കുറച്ചേ ഉള്ളൂ. സാഹചര്യം എല്ലാം മോശ. കർത്താവ് നോക്കിയിട്ടാണ് തൻ്റെ കയ്യിലോട്ട് എടുത്തത്. കർത്താവ് ഇങ്ങോട്ട് നോക്കിയോ? നീ നിന്നെ നോക്കുമ്പോൾ നീ 7 ഉള്ളൂ, നീ നിന്നെ നോക്കുമ്പോൾ നീ 5 ഉള്ളൂ. പക്ഷെ കർത്താവ് നിന്നെ നോക്കുമ്പോൾ 10,000 കാണുന്നേ. ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല, എന്റെ സാഹചര്യം ഒന്നുമല്ല. പക്ഷെ കർത്താവ് നിന്നെ നോക്കുമ്പോൾ ശക്തനായൊരു സുവിശേഷകനെ, ശക്തനായൊരു സുവിശേഷകെ, ദേശങ്ങളോട് പ്രവചിക്കേണ്ടവനെ, പട്ടണങ്ങളെ വിടിവിച്ചെടുക്കേണ്ടവനെ, രാജ്യങ്ങളെ കർത്താവിന് വേണ്ടി നേടേണ്ടവനെ സ്വർഗ്ഗം നിന്നിൽ കാണുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. യേശു കണ്ടതിനെ യേശു കയ്യിലെടുത്തതിനെ കർത്താവ് പരസ്യമായിട്ട് അങ്ങ് ഉയർത്തി. ഇതുവരെ ഈ സാധനം ആരും കണ്ടില്ല. ഈ അപ്പവും ഈ മീനും ആരും അറിഞ്ഞില്ല. ഇപ്പം നാട്ടുകാരുടെ കണ്ണെല്ലാം ഇതിനകത്തോട്ടാ. കള്ളു കുടിച്ച് നടന്നപ്പം ആരും നിന്നെ അന്വേഷിക്കാൻ വന്നില്ല. നീ സിനിമയും സീരിയലും കണ്ടു നടന്നപ്പോൾ ആരും നിന്നെ തിരക്കാൻ വന്നില്ല. നീ നാട്ടുകാരോട് വഴക്കുണ്ടാക്കിയപ്പോൾ ആരും നിന്നെ ചോദിക്കാൻ വന്നില്ല. ഇപ്പം എല്ലാവരും നിന്നെ നോക്കുക. എല്ലാവരുടെയും ക്യാമറ നിന്റെ വീട്ടിലോട്ട് തിരിച്ചു വെച്ചിരിക്കുക. എന്താ അതിന്റെ കാരണം? ഒറ്റ കാരണേ ഉള്ളൂ, നീ യേശുവിന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടാ. കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ യേശു നിന്നെ കയ്യിലെടുക്കും. യേശു നിന്നെ കയ്യിലെടുത്താൽ താഴ്ത്തുകയല്ല, ഒളിച്ചു പിടിക്കുകയല്ല, മറച്ചു വെക്കുകയല്ല, പരസ്യമായിട്ട് അങ്ങ് ഉയർത്തും. യേശു കണ്ടതിനെ യേശു കയ്യിലെടുക്കും. യേശു കയ്യിലെടുത്തതിനെ യേശു ഉയർത്തും. യേശു ഉയർത്തിപ്പിടിച്ച് വെച്ചിരിക്കുന്നതിനെ യേശു വാഴ്ത്തും, ബ്ലസ് ചെയ്യും. അങ്ങനെ ബ്ലസ് ചെയ്തതിനെ ചില സന്ദർഭത്തിൽ കർത്താവ് പിടിച്ചു നുറുക്കും. ചിലർ ചോദിക്കുന്നു, എനിക്ക് എന്തായി നുറുക്കം? എനിക്ക് മാത്രം എന്തായി പ്രതികൂലം?
എനിക്ക് മാത്രം എന്തായി വെല്ലുവിളി? എനിക്ക് മാത്രം എന്തുകൊണ്ടായി സാഹചര്യത്തെ ജയിക്കാൻ പറ്റാത്ത? ദൈവത്തെ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത പലർക്കും ഉണ്ടാകാത്ത പ്രതിസന്ധി എന്താ? എനിക്ക് നുറുക്കം. എനിക്ക് നുറുക്കം എന്നാ? എന്തുകൊണ്ടാ എനിക്ക് നുറുക്കം? മറുപടി തരാം. ഈ നുറുക്കം എന്നാന്ന് മറുപടി തരാം. യേശു നിന്നെ കണ്ടതുകൊണ്ട്, അവൻ കയ്യിലെടുത്തത് കൊണ്ട്, അവൻ ഉയർത്തിയത് കൊണ്ട്, അവൻ വാഴ്ത്തിയത് കൊണ്ട്. ഇനി കേട്ടോ, ഈ നുറുങ്ങുമ്പോഴും നാട്ടുകാരല്ല നിന്നെ നുറുക്കുന്നേ. നാട്ടുകാരുടെ കയ്യിൽ ഇരുന്നല്ല നീ നുറുക്കുന്നേ. കർത്താവാ നിന്നെ ചിലതിൽ നുറുക്കുന്നെങ്കിൽ, ചില മേഖലകളിലൂടെ, പരീക്ഷകളിലൂടെ കർത്താവ് കടത്തി വിടുന്നെങ്കിൽ, ആ പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴി കൊണ്ടുവരും. 2, ഇതിനകത്ത് ആശ്വസിക്കണം. എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ് ഞാൻ നുറുങ്ങുമ്പോഴും. പറഞ്ഞു, ഞാൻ നുറുങ്ങുമ്പോഴും യേശുവിൻ്റെ കയ്യിലാണ്. ഞാൻ ഉയരുമ്പോഴും യേശുവിൻ്റെ കയ്യിലാണ്. ഞാൻ വാഴ്ത്തപ്പെടുമ്പോഴും യേശുവിൻ്റെ കയ്യിലാണ്. എന്നെ നുറുക്കി നുറുക്കി മാറ്റുമ്പോഴും ഞാൻ യേശുവിൻ്റെ കയ്യിലാണ്. ഇനി കേട്ടോണം, എന്തിനാ നുറുക്കുന്നത്? നുറുങ്ങുന്ന കുടുംബജീവിതത്തിലോ, ശുശ്രൂഷയിലോ, സഭയിലോ, വ്യക്തിപരമായോ, സാമ്പത്തികപരമായോ, തൊഴിൽപരമായോ, ആത്മീയ ശുശ്രൂഷപരമായോ, ഏതെങ്കിലും മേഖലയിൽ, ഏതെങ്കിലും വിഷയത്തിൽ നുറുങ്ങുന്നവർ ഇവിടെ ഇരിപ്പുണ്ടോ? ഞാൻ അവരെ നോക്കി ദൈവാലോചന പറയാൻ പോവാ. തമ്പുരാൻ നിന്നെ നുറുക്കുന്നത് നിന്നെ ഇല്ലാതാക്കാനല്ല, കുറച്ചു കളയാനല്ല. 7,000 നിന്നെ 7,000 ആക്കാനാ, നിന്നെ വർദ്ധിപ്പിക്കാനാ, നിന്നെ മാനിക്കാനാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അങ്ങനാണെങ്കിൽ സഭയെ, ശുശ്രൂഷകരെ, എന്റെ കൂട്ടുവേലക്കാരെ, ചില നുറുക്കം നിന്റെ വർധനവിന് വേണ്ടിയാ. കർത്താവ് വർദ്ധിപ്പിച്ചു, വർദ്ധിപ്പിച്ചു, വർദ്ധിപ്പിച്ചു. നുറുക്കമുണ്ടോ? നുറുക്കമുണ്ടോ? ഏതെങ്കിലും കുഞ്ഞു വിഷയത്തിലെങ്കിലും നുറുക്കുന്നുണ്ടോ? ഈ പുസ്തകത്തെ മാറോടണച്ച് സത്യമായി സത്യമായി ഞാൻ പറയാം, ഈ നുറുക്കത്തിന് ശേഷം നിനക്കൊരു വർധനവുണ്ട്. സങ്കടം എന്നാന്നറിയോ? ഇങ്ങോട്ട് നോക്കിയേ, ദൂത് കയറി വരിക. സങ്കടം എന്നാന്നറിയോ? നാട്ടുകാര് കാണുകയാ കയ്യിലെടുത്തേ. നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും കാണുകയാ കയ്യിലെടുത്തേ. അവര് കാണുകയാ എന്നെ ഉയർത്തിപ്പിടിച്ചേ. ഞാൻ ഈ വിശ്വാസത്തിലാണെന്ന് അറിഞ്ഞേ. ഇപ്പൊ അവര് കാണുകയായി നുറുക്കം. ഇപ്പൊ അവര് കണ്ടോണ്ടിരിക്കുമ്പോഴായി നുറുക്കം. എന്റെ ഭവനത്തിലെ പ്രതിസന്ധി പലരും അറിയുന്നു, എന്റെ സഹോദരങ്ങൾ അറിയുന്നു. നിനക്ക് എന്താ ഇങ്ങനെ വന്നേന്ന് ചോദിക്കുന്നു. എന്നാൽ അവരെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, ഇതാ ഒരു വർധനവ് വരുന്നു. അവര് കാണുക ഒരു വർധനവ്. യേശു അതിനെ വർദ്ധിപ്പിച്ചു. അപ്പമില്ല എന്ന് പറഞ്ഞ, എവിടുന്ന് കൊടുക്കും എന്ന് പറഞ്ഞ ശിഷ്യന്മാരോട് അവരെ പന്തി പന്തിയായിട്ട് അങ്ങോട്ട് ഇരുത്തി അങ്ങോട്ട് വിളമ്പാൻ പറഞ്ഞു. അത്ഭുതം കേട്ടോണം, ഒറ്റ അടിക്ക് 5000 ആക്കുമല്ലായിരുന്നു. ഇത് വിളമ്പിട്ടും വിളമ്പിട്ടും തീരുന്നില്ല, കൊടുത്തിട്ടും കൊടുത്തിട്ടും ഇത് കുറയുന്നില്ല. 12 കൊട്ട നിറച്ചെടുത്തെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാവോ? 12 ശിഷ്യന്മാരുടെ കയ്യിലും 12 പാത്രത്തിനകത്ത് 12 വട്ടിക്കകത്ത് കുറേച്ചേ കർത്താവ് വിട്ടുകൊടുത്തു. പക്ഷെ ഇത് കൊടുക്കുന്തോറും തീരുന്നില്ല, ഇത് കൊടുക്കുന്തോറും വർദ്ധിച്ചു വരിക. അവസാനം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടും 12 കൊട്ട ഫുള്ള. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടും 12 കൊട്ട ഫുള്ള. ഞാൻ ഉറപ്പായി പറയുന്നു, ഉറപ്പായും ആത്മാവിൽ പ്രവചിക്കുന്നു, എങ്ങും കുറഞ്ഞു പോകാതെ, എങ്ങും കുറഞ്ഞു പോകാതെ ദൈവകരം നിനക്ക് തൃപ്തി തരും, തൃപ്തി തരും, തൃപ്തി തരും.